ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് എത്രയാണോ ആവശ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചവ്വരിയാണ്. 1/4 കപ്പ് ചവ്വരി വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. ഇതിന് ഒട്ടലുണ്ടെങ്കിൽ അതും ഒന്ന് പോയി കിട്ടും. പിന്നെ ചവ്വരിക്കൊരു ചവർപ്പ് ഉണ്ടാവുമല്ലോ, അതും ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതി ചെയ്തെടുക്കുന്നത്. ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെയുള്ള ജെല്ലി ഉണ്ടല്ലോ, ഒന്നിന് 5 രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇങ്ങനെയുള്ള ജെല്ലി 2 കളറിൽ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോയെന്ന്. പോരാൻ തോന്നുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ഏതാണോ താല്പര്യം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി ഡ്രിങ്ക് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങാക്കാലാണ്. ധാരാളം മാങ്ങ നമുക്ക് ഷോപ്പിൽ നിന്നും ലഭിക്കും. നമ്മളെ വീടുകളിലൊക്കെ തന്നെ ഉണ്ടാവും. നന്നായിട്ട് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. എപ്പോഴും നമ്മൾ മാങ്ങ അതുപോലെ തന്നെ കഴിക്കാൻ കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ വെക്കേഷനായിട്ട് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് അവർക്ക് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീട്ടിലുള്ളവർക്ക് മുതിർന്നവർക്കാണെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇത് നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്